ഒരു പുതിയ ഫോൺ ഉപ്പാക്കാരയിൽ ഒരു പുതിയ ഫോൺ കൊടുത്താൽ അതിൻ്റെ കാര്യങ്ങൾ ഈ ടച്ച് സ്ക്രീൻ വന്ന സമയത്ത് ഇപ്പം എൻ്റെ അനിയത്തിനോട് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇതിൽ 1, 2, 3 കാണാനില്ലല്ലോ എന്ന് വെച്ചാൽ കീപാഡ് കാണാനില്ലല്ലോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പം മോൾ എൻ്റെ ഏറ്റവും ചെറിയ അനിയത്തി നിമ്മിയാണ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്, ഉപ്പ ഇതിൽ കീപാഡ് ഇല്ല, ഇത് ടച്ച് സ്ക്രീനാണ്, ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പാടെ 1, 2, 3 ഇവിടെ വരും, അത് ടച്ച് ചെയ്താൽ എന്നിട്ട് ഡയൽ ബട്ടൺ അമർത്തിയ കോള് പോകുന്നു. അപ്പം എന്നെ ഫോൺ ചെയ്യാൻ പഠിപ്പിച്ചത് എൻ്റെ ഉപ്പയാണ്. പക്ഷേ ഈ കാലത്ത് എൻ്റെ ഉപ്പയെ ഫോൺ ചെയ്യാൻ പഠിപ്പിക്കുന്നത് എൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിയാണ്. അതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്, അതിൽ ആപ്പ് സ്റ്റോർ വരുന്നത്, അതിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നു കൊടുക്കുന്നതൊക്കെ ഇപ്പം ചെറിയ കുട്ടികളാണ്. ഇപ്പം കുട്ടികളിൽ നിന്ന് മുതിർന്നവർ പോലും കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മുമ്പിലുള്ള മക്കളെ അവരെ ശരിയായ ദിശയിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ള വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അത് ചലഞ്ചിങ് ആണ്. ഓരോ ദിവസവും അതിൻ്റെ ചലഞ്ചസ് മാറി വരികയാണ്. കുട്ടികളുടെ ഇൻട്രസ്റ്റുകൾ, കുട്ടികളുടെ പാഷൻ, അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ കൂടെ നിൽക്കാൻ, അവരെ നല്ല മനുഷ്യരായിട്ട് വളർത്താൻ, ഈ നാടിൻ്റെ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് അവർ മാറാൻ, ഈ നാട്ടിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, ഒരു മകൻ ഉമ്മയെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കത്തിയോ മടാളോ മേടിച്ചിട്ട് വെട്ടിക്കൊന്നിട്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ജനിപ്പിച്ചതിൻ്റെ കുറ്റമാണെന്ന് പറയുന്നു. ലഹരിക്ക് അടിമയായിട്ട്, മയക്കുമരുന്നിന് അടിമയായിട്ട് അത്തരം കാര്യങ്ങൾ, അപകടങ്ങൾ നമ്മുടെ സ്കൂളുകളെ പോലും കാർന്നു തിന്നുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം ആകെ വർദ്ധിക്കുകയാണ്. ആളുകൾ വെറുതെ വയലൻ്റ് ആവുകയാണ്. ആളുകൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അക്രമത്തിൻ്റെ വഴി ഉൾപ്പെടെ തിരിയുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല എൻഗേജ്മെൻറ്റ്സിനെ പറഞ്ഞു കൊടുക്കണം. അവരറിയണം ഈ കുടുംബവുമായി ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങൾ അതിൻ്റെ ലഹരി എന്താണ്. അവരറിയണം വേറൊരാളെ സഹായിക്കുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചെറിയ പുഞ്ചിരി അത് എത്രത്തോളം വലിയ ലഹരിയാണ്. അവരറിയണം ലയണൽ മെസ്സിയുടെ മനോഹരമായ നീക്കങ്ങളും ഡ്രിബിളിങ്ങും ഗോളും അതിനേക്കാൾ നല്ലൊരു ലഹരിയും ഈ മയക്കുമരുന്നിനൊന്നും തരാൻ കഴിയില്ല. അവരറിയണം ക്രിസ്ത്യാനോ റൊണാൾഡോ 40ാമത്തെ വയസ്സിലും ഗോൾ അടിക്കുമ്പോൾ ആ ഫിസിക്കും കമ്മിറ്റ്മെൻറ്റും അതൊരു ലഹരിയാണ്. അവരറിയണം മനോഹരമായൊരു പാട്ട് അതാണ് ലഹരി. അവരറിയണം നല്ല നൃത്ത ചുവടുകൾ, നല്ല ചിത്രങ്ങൾ, നല്ല കഴിവുകൾ അതൊക്കെ ലഹരിയാണ്. അവരറിയണം പരസ്പരം പങ്കുവെക്കാനുള്ള സ്നേഹം, അതിൻ്റെ സൗഹാർദ്ദമൊക്കെ. അതല്ലാതെ മദ്യവും മയക്കുമരുന്നും അല്ല ലഹരി തരുന്നത്. കുട്ടികളെ ജോയും പ്ലഷറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ അവരെ കുറ്റപ്പെടുത്തി ബാക്കിയുള്ള ആളുകളുമായി കമ്പയർ ചെയ്ത് മാത്രം എപ്പോഴും സംസാരിക്കാറാണ്. പക്ഷെ അവരൊരു ചെറിയ കാര്യം നല്ലത് ചെയ്താൽ, ഒരു പേപ്പർ സ്ഥാനം തെറ്റി കിടക്കുമ്പോൾ അതെടുത്ത് ശരിയായ സ്ഥലത്ത് വെച്ചാൽ ഗിവ് ഹിം എ പാറ്റ് ഓൺ ഹിസ് ബാക്ക്, പുറത്തൊരു തട്ടിയിട്ട് നന്നായി എന്ന് പറയണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീസിയേഷൻ അവനെ മുന്നോട്ട് നയിക്കണം. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്തിട്ട് അവരുടെ എല്ലാ കഴിവുകളെ ഇല്ലാതാക്കരുത്. സ്വന്തം അനിയൻ്റെ വേട്ടൻ്റെയോ കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്യണ്ട. നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടിയാണ്, അപ്പുറത്തെ വീട്ടിലെ കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്. നമ്മുടെ കുട്ടിയുടെ ഇന്നലത്തെ പെർഫോമൻസും നമ്മുടെ കുട്ടിയുടെ ഇന്നത്തെ പെർഫോമൻസിനെയും നിങ്ങൾ കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിനെ നിങ്ങൾ എൻകറേജ് ചെയ്യുക, അതിന് നിങ്ങൾ കൂടെ നിർത്തുക. അങ്ങനെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നമുക്ക് ചേർത്ത് പിടിക്കാവുന്നതും നമ്മളെ ചേർത്ത് പിടിക്കാവുന്നവരുമായിട്ട് മാറും. അവരുടെ ചെറിയ ചെറിയ നന്മകളെ പോലും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. ലഹരി ഉൾപ്പെടെയുള്ള മാർഗങ്ങളെ കാണുമ്പോൾ അതിനെ തിരുത്താനുള്ള മനസ്സ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ തന്നെ ഉണ്ടാവുന്ന തരത്തിലേക്ക് അവരോട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്ന് സംസാരിക്കുക. നല്ല കഴിവുള്ള മക്കളാണ്. ആ കഴിവിനെ എവിടെയും ഇന്ന് ഒതുക്കി നിർത്താൻ കഴിയില്ല. കൂത്തുപറമ്പിലാണോ, പാനൂരിലാണോ, എറണാകുളത്താണോ, ബാംഗ്ലൂരിലാണോ, ഡൽഹിയിലാണോ എന്നുള്ളതൊന്നും ഇന്ന് സ്കില്ലിനെ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് തടസ്സമല്ല. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഇരുന്നാലും അവർ സ്കിൽഡ് ആണെങ്കിൽ, അവർക്ക് കഴിവുണ്ടെങ്കിൽ, അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ അവർ ലോകത്തിൻ്റെയും ഈ നാടിൻ്റെയും ശ്രദ്ധയിലേക്ക് വരും. ഈ നാടിൻ്റെ ഐക്യം അതും അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുമ്പോൾ അവരോട് പറയണം അബൌട്ട് കാസ്റ്റ്, ക്രീഡ് ആൻഡ് റിലീജിയൻ. നാടിനൊന്നായി ചിന്തിക്കാൻ കഴിയാവുന്ന ഒരു മനസ്ഥിതി അവരിൽ ഉണ്ടാക്കിയെടുക്കലൊക്കെ ഈ കാലത്ത് ചെയ്യേണ്ട കാര്യമാണ്. ആ മനോഹരമായ സ്കൂൾ കാലത്ത് റാണി ജയിലെ ഓരോരുത്തരും അവരുടേതായ കഴിവുകളിൽ, അവരുടേതായ ഇഷ്ടങ്ങളിൽ, അവരുടേതായ പാഷനെ പിന്തുടർന്ന അതിന് പ്രചോദനമായി ഇത്തരം സംഗമങ്ങളും ഇവിടുത്തെ പാരൻസിൻ്റെ സാന്നിധ്യവും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്
വടകരയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉൾപ്പെടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരുടെ സ്കില്ലിങ്ങിന് പ്രത്യേകമായ പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കും. കഴിവുള്ള കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കാനുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുണ്ടാകും. അത്തരം കാര്യങ്ങൾ മറ്റൊരവസരത്തിൽ സ്കൂളിൽ വന്ന് കുട്ടികളുമായി സംവദിക്കാം. ഈ മനോഹരമായ സായാഹ്നത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് സ്കൂളിനും മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട MLA-ക്കും മുനിസിപ്പൽ ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു.